എന്തൊക്കെ തമാശകളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ഈ മനുഷ്യ ജീവിതത്തെക്കുറിച്ചിട്ട് സുപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനായ ആൻറ്റൺ ചെക്കോവ് എഴുതിയ ഒരു കഥയുണ്ട്. അദ്ദേഹം പറയുന്നത് ജീവിതം എന്ന് പറഞ്ഞ പരമ ബോറ് പരിപാടിയാണെന്നാണ്. പക്ഷേ നമ്മൾ അല്പം ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് സാമാന്യം സഹനീയവും സാമാന്യന സന്തോഷകരവുമായിരിക്കും മാറ്റാം എന്ന് പുള്ളി പറയുന്നുണ്ട്. ചെക്കോവിൻ്റെ തിയറി അനുസരിച്ച് ജീവിതം ആനന്ദകരമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള അവസ്ഥയിൽ സന്തോഷം കണ്ടെത്തുക, പിന്നെ സ്ഥിതി ഇതിനേക്കാൾ മോശമായില്ലല്ലോ എന്ന് കരുതിയിട്ട് ദൈവത്തോട് നന്ദി പറയാം. അപ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അതിന് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാര്യ സഹോദരിയോ വീട്ടിലിരുന്ന് വീണ വായന അഭ്യസിക്കുകയാണ് എന്ന് വിചാരിക്കാം. അത് കേട്ട് നിങ്ങൾ ഒരു കാരണവശാലും കോപാകുലനാകരുത്. അവരുടെ ഈ സംഗീത യന്ത്രം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്യരുത്. പകരം സംഗീതമാണല്ലോ ഈശ്വര, കുറുക്കന്മാരുടെ ഒരിടലല്ലോ കേൾക്കുന്നത് എന്ന് കരുതി സമാധാനിക്കുക. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും. ഇപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു ഉദാഹരണം, ഈ വേനൽക്കാലത്ത് നിങ്ങൾ ഗ്രാമത്തിലെ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൂട്ടമായിട്ട് നിങ്ങളെ കാണാൻ വരുന്നു, നിങ്ങളുടെ സ്വൈര്യം ഇല്ലാതാകുന്നു. അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും അസ്വസ്ഥനാകരുത്, വിധിയെ ശപിക്കരുത്. അതിന് പകരം ബന്ധുക്കളും സുഹൃത്തുക്കളും ആണല്ലോ എന്നെ കാണാൻ വന്നിട്ടുള്ള, അല്ലാണ്ട് പോലീസുകാരല്ലോ എന്ന് കരുതി സമാധാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നും എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പത്രം വായിക്കുമ്പോൾ സന്തോഷം കണ്ടത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. പത്രം എടുത്ത് കഴിഞ്ഞാൽ തുറക്കാൻ വയ്യ. ഒന്നുകിൽ പ്രകൃതി ദുരന്തം, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുമല്ലെങ്കിൽ നടന്മാർക്കെതിരായിട്ടുള്ള മീട്ടു ആരോപണം, അതും കൂടാതെ അൻവർ സാഹിബിൻ്റെ ആരോപണങ്ങൾ, അതിനുള്ള പ്രത്യാരോപണങ്ങൾ, ADGP എന്തിന് RSS നേതാവിനെ കണ്ടു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ്. ഇതൊക്കെ വായിച്ചാൽ വെറുതെ മനുഷ്യൻ്റെ പ്രഷർ കൂടും എന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ പിന്നെ ആളെ കുത്തിക്കൊന്നു, ജീവനോടെ കുഴിച്ചിട്ടു, നരബലി നടത്തി, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ്. യാതൊരു രക്ഷയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആകെ കോമിക് റിലീഫ് എന്ന് പറയുന്നത് ഈ ചില പ്രത്യേക തരത്തിൽപ്പെട്ട വാർത്തകളാണ്. ആ രീതിയിൽപ്പെട്ടൊരു വാർത്ത ഇതിന് അഖില കേരള പ്രസിദ്ധി കിട്ടിയില്ല. അത്യാവശ്യം പടക്കം പറവൂരും ആലുവയിലുള്ള ആളുകൾ മാത്രം അറിഞ്ഞ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പറവൂർ പട്ടണത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ പ്രക്ഷോഭകാരൻ. പ്രക്ഷോഭകാരികൾ ആരാണെന്ന് വെച്ചാൽ ഈ CPM നിയന്ത്രണത്തിലുള്ള അഖില കേരള അഖില ഇന്ത്യ ആണെന്ന് എനിക്കറിയില്ല, അഖിലേന്ത്യയാണെന്ന് തോന്നുന്നു, അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ്. ഈ അസോസിയേഷൻ വളരെ പ്രസിദ്ധമായൊരു സംഘടനയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അനവരതം പോരാടുന്ന ഒരു മഹാസംഘടനയാണ്. എവിടെ ഏത് സ്ത്രീ ആര് പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഇവരപ്പം തന്നെ ചാടി ഇറങ്ങുകയും സാരി മടക്കി കുത്തി അല്ലെങ്കിൽ ചുരിദാർ മടക്കി കുത്തി സംഭവ സ്ഥലത്തേക്ക് കുതിക്കുകയും ഇരകൾക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരെ ഉടനെ വെടിവെച്ച് കൊല്ലണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സംഘടനക്കാർ വടക്കം പറവൂരിൽ എന്താണ് പ്രക്ഷോഭം അഴിച്ചുവിട്ടത് എന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജിവെക്കണം, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം, കോൺഗ്രസ് നേതൃസ്ഥാനം രാജിവെക്കണം, പുള്ളി തലമുണ്ടനം ചെയ്ത് പഴനിക്ക് പോകണം. ഇതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് പ്രക്ഷോഭം നടത്തിയത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, സമീപകാലത്ത് നമുക്കറിയാം കോൺഗ്രസ്സിലൊരു വനിതാ നേതാവ് ഒരു TV ചാനലിൽ ചെന്ന് ഇൻ്റർവ്യൂ തരമാക്കി. അവർ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വനിതകൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അതാത് കാലത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് അനിയണം എന്നാണ്. കുറച്ച് ദുസ്സൂചനകളോട്ടാണ് അവർ സംസാരിച്ചത്. അവർ അവസാനം പറഞ്ഞത് VD സതീശന് താല്പര്യമില്ലാത്ത ആളുകളെ പാർട്ടിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ്. VD സതീശൻ ഏതെങ്കിലും സ്ത്രീയോട് അവമര്യാദയായി പെരുമാറിയെന്നു, പീഡിപ്പിച്ചു വന്നു, ബലാത്സംഗം ചെയ്തു വന്നു, തീവ്രത കൂടിയ പീഡനമോ തീവ്രത കുറഞ്ഞ പീഡനമോ തീവ്രതയേ ഇല്ലാത്ത പീഡനമോ നടത്തിയതായിട്ടോ ആർക്കും ഒരു പരാതിയില്ല. ഈ വനിതാ നേതാവിന് പോലുമില്ല. പക്ഷേ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമരം ചെയ്യാൻ അത് ധാരാളം മതി. നമുക്ക് സമരം ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനീ സംസാരിക്കുന്നത്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ജനാധിപത്യ മഹിളകൾക്കും അവകാശമുണ്ട്, ഏകാധിപത്യ മഹിളകൾക്കും അവകാശമുണ്ട്, സമഗ്രാധിപത്യ മഹിളകളല്ലാത്ത പുരുഷന്മാർക്ക്, ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതുപോലൊരു ആവശ്യത്തിന് സമരം ചെയ്യുമ്പോൾ അവനവൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താണെന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിക്കണ്ടേ. സഖാവ് PK സൈനബയാണ് എടവണ്ണയിൽ നിന്ന് വാഹനത്തിൽ പറവൂർ വന്ന് സമരം ഉദ്ഘാടിച്ചത്. എറണാകുളത്തുള്ള നേതാക്കളാരുമല്ല. PK സൈനബ എടവണ്ണയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒറ്റപ്പാലം ഷൊർണൂർ വഴിയാണ് വന്നത്. അവിടെ PK ശശി എന്ന് പറഞ്ഞ അതിപ്രഗത്ഭനായ ഒരു നേതാവുണ്ട്.
അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാന അനുചരനായിരുന്ന് ഭരണയന്ത്രം തിരിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന സഖാവ് പി ശശിയുടെ കണ്ടീഷൻ എന്താണ്? ശശിക്കെതിരെ ആരൊക്കെയാണ് ആരോപണം ഉന്നയിച്ചത്? സൈനബയ്ക്ക് വല്ലതും ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് CKP പത്മനാഭൻ എന്ന് പറഞ്ഞ നേതാവ് ഇപ്പോൾ കണ്ണീര് കയ്യുമായിട്ട് പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന അവസ്ഥയിൽ തുടരുന്നത്. സൈനബയുടെ കൂടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരുന്ന ആളാണ് ഈ പത്മനാഭൻ. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, സഖാവേ നമ്മുടെ പാർട്ടിയിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷിതത്വം അല്ലെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ പത്മനാഭൻ ചെറിയപ്പം പറയുന്നത് കൊടുങ്ങല്ലൂർ ഭാഷയിലായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കും. അല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് പോയി നോക്കിയാൽ മതി, സഖാവ് മുകേഷിൻ്റെ അവസ്ഥ എന്താണ്? മുകേഷ് പാർട്ടി മെമ്പറല്ല, അദ്ദേഹം സ്വതന്ത്രനെന്നാണ് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് മുകേഷിനെ പീഡിപ്പിക്കാം. പീഡനത്തിന് പരാതി വന്നു, മീട്ടു ആരോപണം ഉണ്ട്. ഒന്നിലധികം സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. നടികൾ മാത്രമല്ല, നടികളുടെ അമ്മമാരും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സൈനബയ്ക്കൊന്ന് അവിടം വരെ പോയിട്ട് അവിടെ ചെറിയ പരിപാടി എന്തെങ്കിലും ഒന്ന് ഉദ്ഘാടിച്ചിട്ട് വരായിരുന്നു, അത് ചെയ്തില്ല. പക്ഷേ കോൺഗ്രസ് നേതാവ് VD സതീശനെ ശരിയാക്കിയിട്ട് വേറെ കാര്യം. ഇതുപോലുള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലമാക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ ശാക്തീകരിക്കുന്നത്. സൈനബയ്ക്ക് മനസ്സിലായില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ജനാധിപത്യ മഹിളകളെ, നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞാനും ആശീർവദിക്കും. ഇതുപോലുള്ള പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് നടത്തണം, അല്ലെങ്കിൽ മനുഷ്യ ജീവിതം വല്ലാതെ ബോറായിപ്പോവും. മനസ്സിലായില്ലേ? കാലത്തോട്ട് വൈകുന്നേരം വരെ ഈ മീട്ടു ആരോപണങ്ങളും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം, തീവണ്ടി പാളം തെറ്റി, അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് കെട്ടിച്ചാടി, ഇങ്ങനെയുള്ള വാർത്തകൾ വായിച്ച് മനുഷ്യൻ്റെ മനസ്സ് മരവിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ അൻവറിൻ്റെ അട്ടഹാസങ്ങൾ, KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇതുകൊണ്ടൊക്കെ ആകെ ജീവിതം ബോറടിച്ച് പണ്ടറടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള തമാശകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിയില്ലെങ്കിൽ നമ്മുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാവും. പണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ സീരിയസ് ആയിട്ടുള്ള രംഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടൂർ ബാസിയും ബഹദൂർ കൂടി വന്ന് കുറേ തമാശകൾ പൊട്ടിക്കുവരും. അതിന് കോമിക് റിലീഫ് എന്നാണ് പറഞ്ഞത് സിനിമക്കാരുടെ ഭാഷയിൽ. സത്യം പറഞ്ഞാൽ ഈ സൈനബയും മറ്റുമൊക്കെ നടത്തുന്നതാണ് കോമിക് റിലീഫ്. അടൂർ ബാസിയും ബഹദൂറും മരിച്ചു പോയതുകൊണ്ട് അവർക്ക് ഭീഷണിയായില്ല എന്ന് മാത്രം. അതായത് അടൂർ ബാസിയും ബഹദൂറുമൊക്കെ മരിച്ചതിൻ്റെ സങ്കടം നമുക്ക് മാറുന്നത് സൈനബയും സംഘവും നടത്തുന്ന ഇതുപോലുള്ള ചില തമാശകൾ കാണുമ്പോഴാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.